touching my skin, as if accidentally and stuff. After he noticing that I'm not kind of protesting, not taking my hand back or saying anything to him, he tried to play with my neck, my hair. ഞാൻ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. കാരണം ഇവരുടെ ശരീരം ഇവരത് കേൾക്കുന്ന ഇതൊക്കെ ഒരു ആക്ടറിനെ നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ അവരുടെ ചലനങ്ങൾ. ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നത് ഇപ്പോൾ പല സിനിമാക്കാർക്കും ഉറക്കം കെടുത്തുന്ന ഒരവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഹേമ കമ്മിറ്റിയെ പറ്റി അറിയാത്തവരായിട്ട് ആരും കാണില്ല. സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാനായിട്ട് സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മീഷൻ. പ്രധാനമായും ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യം സ്ത്രീകൾ സിനിമാ ഫീൽഡിൽ ഒട്ടും സുരക്ഷിതരില്ല എന്നാണ്. റിപ്പോർട്ട് വന്നതോടെ പല സിനിമാ താരങ്ങളും ഇപ്പോൾ എയറിലാണ്. അതിൽ സൂപ്പർ സ്റ്റാറുകൾ പോലും ഉൾപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. കമ്മിറ്റി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പാലേരി മാണിക്യം സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവുമായിട്ട് ഒരു നടി രംഗത്ത് വന്നിട്ടുണ്ട്. ബംഗാളി നടിയാണ് പുള്ളിക്കാരി. നടിയുടെ പേര് വന്നിട്ട് ശ്രീലേഖ മിത്ര എന്നാണ്. ഒരു പൃഥ്വിരാജ് പടത്തിൽ ചെറിയൊരു വേഷം പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് പാലേരി മാണിക്യത്തിലേക്ക് ക്ഷണം ലഭിച്ചു എന്നാണ് നടി പറയുന്നത്. പുള്ളിക്കാരിയാണെങ്കിൽ ഓഫർ സ്വീകരിച്ചിട്ട് കൊച്ചിയിലെത്തി. നല്ലൊരു ഹോട്ടലിൽ താമസമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പ്രൊഡ്യൂസറാണ് ഇതിൻ്റെ ചിലവുകൾ വഹിച്ചിരുന്നത്. അങ്ങനെ പുള്ളിക്കാരി ഹോട്ടലിൽ രാവിലെ സംവിധായകൻ രഞ്ജിത്തുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി. അതിനെക്കുറിച്ചിട്ട് പുള്ളിക്കാരി തന്നെ പറയുന്നത് നമ്മൾക്കൊന്ന് കേട്ടിട്ട് വരാം. In the morning, and we had done some photo shoot. We spoke about films, and he was quite educated, knowledgeable, and we spoke about random. And I was in such a state. I spoke about my bit of personal life, the state I was in. So, could you ready to take up the name? Who is that guy? If I'm not mistaken, his name is Ranjit. Director Ranjit. Director Ranjit, and he. The movie is Paleri Manik. Probably. I was supposed to act with Mr. Mammootty, so it was very big for me. And since I like South Indian films, especially Malayalam films, I was very keen on working. So I went with a lot of hope that I'm going to work in the South film industry, Malayalam film industry. അപ്പോൾ പറയുന്നത് ഇംഗ്ലീഷിലാണെങ്കിലും നിങ്ങളിൽ കുറേ പേർക്ക് ഇംഗ്ലീഷ് മനസ്സിലാകും. അപ്പോൾ മനസ്സിലാകാത്തവർക്കായിട്ട് ഇതൊന്ന് ചുരുക്കി പറയാം. അതായത് ഇതിൽ നടി വന്നിട്ട് സംവിധായകൻ്റെ പേരും സിനിമയുടെ പേരും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരി പറയുന്നത് മമ്മൂട്ടിയുമായിട്ട് ജോലി ചെയ്യുന്നത് വളരെ ഇഷ്ടമാണെന്നും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടെന്നും പറയുന്നു. മമ്മൂട്ടിയെ വലിയ ഇഷ്ടമാണ്, സൗത്ത് ഇന്ത്യൻ ഫിലിംസൊക്കെ വളരെ ഇഷ്ടമാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അങ്ങനെ രാവിലെ ഹോട്ടലിൽ കൂടിക്കാഴ്ചയൊക്കെ നടത്തി അവർ പിരിഞ്ഞു. പിന്നെ വൈകുന്നേരം ഒരു പാർട്ടിയിൽ പുള്ളിക്കാരി പങ്കെടുക്കാൻ വരുന്നു. അപ്പോൾ രഞ്ജിത്ത് വന്നിട്ട് ഫോണിൽ വന്ന് ആരുടെ കൂടെയൊക്കെ സംസാരിക്കുകയാണ്. എന്നിട്ട് ആ സമയം ഫോൺ വന്നിട്ട് പുള്ളി ശ്രീലേഖയ്ക്ക് കൊണ്ടു കൊടുത്തു. ഫോണിൽ വന്നിട്ട് ശ്രീലേഖ വർക്ക് ചെയ്ത ഒരു സിനിമയിലെ സിനിമറ്റോഗ്രാഫറായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ സമയം രഞ്ജിത്ത് വന്ന് റൂമിലേക്ക് വരാൻ പുള്ളിക്കാരിയോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ ബംഗാളി നടി രഞ്ജിത്തിൻ്റെ കൂടെ ആ പറഞ്ഞ റൂമിലോട്ട് പോവുകയാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ശ്രീലേഖ തന്നെ പറയുന്നു. I was dressed in a churidar, very Indian, with a lot of bangles and stuff, and he was standing beside me and he was playing with my bangles, touching my skin, as if accidentally and stuff. So we women, we have this sixth sense. We know touch, or we know what's happening around you. We have this, we are always on a safeguard now to protect ourselves. Okay, we are taught that way from right beginning. So I felt little uncomfortable because I'm not in that friendlier zone with him that he could, just play with my bangles. But I was trying to give him that benefit of doubt. I thought maybe I'm overthinking about this. Maybe he just wants to, see my bangles. Maybe Kerala. Whatever. I don't know what I was thinking. So, but I was not feeling okay with it. I was not comfortable with it. And it was dark, very dimly lit room. And so I was, trying to talk, and I was play acting. And then all of a sudden, after he noticing that I'm not kind of protesting, not taking my hand back or saying anything to him, he tried to play with my neck, my hair, which was not done. So I excused myself. I got out.
ആദ്യം രഞ്ജിത്ത് വന്ന് പുള്ളിക്കാരിയുടെ വളയിലൊക്കെ തൊട്ട് നോക്കി എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരി വിചാരിച്ചു അതൊരു രസത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷേ പിന്നീട് ശല്യവും തൊടലും ഒക്കെ കൂടി അങ്ങനെ വന്ന് മുഖത്തും മുടിയിലുമൊക്കെ തലോടാനായിട്ട് തുടങ്ങി. അതോടെ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഒരു ഉദ്ദേശം വേറെയാണെന്ന്. അപ്പോൾ തന്നെ അവർ റൂമിൽ നിന്നും ഇറങ്ങി ഓടി എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കഷ്ടം തന്നെയാണ്. അറിയാത്ത സ്ഥലം, അറിയാത്ത ആൾക്കാർ, പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയും ചുറ്റുപാടും ആൾക്കാരും ഒക്കെ കണ്ടിട്ട് അവരാകെ പേടിച്ചു. പിന്നെ പുള്ളിക്കാരിയാണെങ്കിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മാതാപിതാക്കൾക്ക് പുള്ളിക്കാരി സിനിമയിലോട്ട് വരുന്നത് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നുവെന്നും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് സിനിമയിലോട്ട് വന്നതും എന്നൊക്കെയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വീട്ടുകാരോട് പറയുകയാണെങ്കിൽ ഇനി സിനിമ അഭിനയമൊക്കെ മതിയാക്കിയിട്ട് ഇരിക്കാനായിട്ട് പറയുമോ എന്ന് സംഭവങ്ങളൊന്നും പുള്ളിക്കാരി വീട്ടിലോട്ട് ആരോടും തന്നെ പറഞ്ഞില്ല. അപ്പോൾ ഈ വിവരം പുള്ളിക്കാരി വീട്ടിൽ അറിയിച്ചില്ല. ആകെ മൊത്തത്തിൽ ആരോടും ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെയാണ് പുള്ളിക്കാരി റൂമിലോട്ട് പോകുന്നത്. എന്നിട്ട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. And then I got back into the room and I wasn't shocked. I understood that, okay, this is not the place. I'm not going to work here. So nobody's going to pull my hand and force me to join here. So I called the assistant director or associate director, Sanjay. I forgot his name again. So I said that I'm not going to work in this film. And you know, I was put up in a suite. I couldn't sleep the entire night, and the drawing room, the living area, I had to put chairs and sofas, on the door. I was thinking that maybe they might have a master key, or what would happen if 10 people comes and knocks at my door. So it was, I don't know, I was just waiting for the daylight to break in and when I can just run away from this place. I called the producer and I told him, please make a ticket. I mean, I have come for your work, so you should pay my way back home. Since I'm not working, I'm not comfortable, so he didn't do any ticket for me. He didn't provide me any logistically anything. So I went back, I took a cab. That was traumatic. പുള്ളിക്കാരി തിരിച്ച് നാട്ടിലോട്ട് പോകണമെന്ന് അതിനുള്ള ടിക്കറ്റൊക്കെ ഏർപ്പാട് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസറിനോടൊക്കെ പറഞ്ഞ് നോക്കിയെങ്കിലും പ്രൊഡ്യൂസർ അതിൻ്റെ ചിലവൊന്നും ചെയ്യാൻ തയ്യാറായില്ല. അപ്പോൾ സ്വന്തം ചിലവിൽ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോയി. ഇതാണ് പുള്ളിക്കാരി രഞ്ജിത്തിനെതിരെ നടത്തുന്ന പ്രധാന ആരോപണം. ഇത് പെട്ടെന്ന് വൈറലാവുകയും ചെയ്തു. എന്താണ് കാരണമെന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ആദ്യമായിട്ടാണ് പേര് തുറന്ന് പറഞ്ഞ ഒരു ആരോപണം ഉണ്ടാകുന്നത്. അപ്പോൾ മറ്റ് ആരോപണങ്ങളൊക്കെ പേരുകളൊന്നും പറയാത്തതായിരുന്നത് കൊണ്ട് ഇത് ആദ്യമായിട്ടും പേരുകൾ സൂചിപ്പിക്കുന്നത് കൊണ്ടും ഇത് പെട്ടെന്ന് വൈറലായി തീർന്നു. ഈ വാർത്ത എല്ലായിടത്തും പരന്നതോടെ രഞ്ജിത്ത് തന്നെ ഇതിന് ഒരു പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നു. അത് കേട്ടിട്ട് തിരിച്ചു വരാം. എറണാകുളത്ത് DD നെസ്റ്റ് എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിൽ എൻ്റെ ഫ്ലാറ്റിലാണ് അവർ വരുന്നത്. അവർ വൈകുന്നേരം വരുമ്പോൾ എൻ്റെ ഒപ്പം ശങ്കർ രാമകൃഷ്ണനുണ്ട്, എൻ്റെ മറ്റ് അസിസ്റ്റൻസ് ഉണ്ട്, വേറെ ഏതൊരു സുഹൃത്തുക്കളാരുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ആ സുഹൃത്തുക്കളൊക്കെ അങ്ങ് മാറി പുറത്തേക്ക് നിന്നു. ഇവർ വന്നിരുന്നിട്ട് ശങ്കറും ഞാൻ എൻ്റെ അസിസ്റ്റൻസും ഇരിക്കുമ്പോൾ ശങ്കറാണ് ഈ കഥ നരേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. കാരണം ഇവരുടെ ശരീരം, ഇവരത് കേൾക്കുന്ന ഇതൊക്കെ ഒരു ആക്ടറിനെ നമ്മൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നത്. ഈ കഥ ഏതാണ്ട് തീരാറായപ്പോൾ ഞാൻ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി ശങ്കറിന്റെ റൂമിന്റെ ബാൽക്കണി, എൻ്റെ റൂമിന്റെ അല്ല, അവിടെ പോയി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. ഇവർ വരികയും ഇവരെന്നോട് സിഗരറ്റ് ചോദിക്കുകയും അത് വലിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ കാണിച്ചപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ്. ഇവരെ ഏത് ക്യാരക്ടർ, ചീരു അല്ല, അത് ശ്വേത തന്നെ മതി, പിന്നെ മാണിക്യം, അത് കുറച്ചും കൂടെ ഒരു പ്രായം കുറവ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള കൺഫ്യൂഷനൊക്കെ. അപ്പൊ ഇവരിങ്ങനെ കഥയെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ സിഗരറ്റ് കഴിഞ്ഞ് ഞാൻ ഹാളിലേക്ക് നടന്നു, അവരും പുറകെ വന്നു. അവിടെ ഇരുന്ന് കുറച്ചുകൂടെ സംസാരിച്ചിട്ട് ഇവർ പോയി കഴിഞ്ഞ അന്നത്തെ ഡിസ്കഷനിൽ ഞാൻ ശങ്കർ നമുക്കത് പറ്റില്ലല്ലോ, അങ്ങനെ പറ്റില്ല എന്നുള്ള തീരുമാനം ഞാൻ ശങ്കറിനെ അറിയുകയും ശങ്കർ ഇവരെ പിറ്റേന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു. അത് നമ്മളെ ഒരു ആക്ടർ ആവട്ടെ, അത് ഫീമെയിലോ മെയിലോ ആയാലും നമ്മൾ ഒറ്റയടിക്ക് നിങ്ങൾ ശരിയാവില്ല എൻ്റെ ക്യാരക്ടറിന് എന്ന് പറയുന്ന രീതി എനിക്കില്ല, ഞങ്ങളിൽ പലർക്കും ഇല്ല. അറിയിക്കാം, ശരി, അപ്ഡേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ. എനിക്ക് തോന്നുന്നു അവർക്കതൊരു ഹോപ്പ് കിട്ടിക്കാണും. എനിക്ക് വേണമെങ്കിൽ അത്രയധികം ഒന്നും ഈ മാസമായിരിക്കും നമ്മൾ തുടങ്ങുന്നത്, ഇത്ര ദിവസത്തെ സ്കെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അത് ആയിരിക്കാം ഇവര് ശങ്കറിനടുത്ത് സംസാരിച്ചത് വളരെ കോപം കൊണ്ടാണ്. പിന്നെന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത്, നിങ്ങൾ എന്താ എൻ്റെ സിനിമകൾ കണ്ടിട്ടില്ലേ? അപ്പൊ ശങ്കർ അവരുടെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു, മാഡം നിങ്ങളെ
അഭിനയിച്ച ബംഗാളി സിനിമകൾ കണ്ടിട്ടല്ല, നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ജോഷിയിൽ നിന്നൊരു നിങ്ങളുടെ ഫോട്ടോ കിട്ടി നിങ്ങളെ കുറിച്ച്. പുള്ളിക്കാരൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ സിനിമയിൽ മാണിക്യം എന്നുള്ളൊരു കഥാപാത്രമുണ്ട്, അത് കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. കേരളത്തിൽ നിന്നാരും ഈ ക്യാരക്ടർ ചെയ്യുവാനായിട്ട് മുന്നോട്ട് വരുന്നില്ല, അതിന് തയ്യാറാകുന്നില്ല. അങ്ങനെ പുറത്തുനിന്ന് എവിടെയെങ്കിലും ആളെ കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ശങ്കർ എന്ന് പേരുള്ള ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറുമായിട്ട് ചർച്ച ചെയ്തു. ബംഗാളിൽ ഡോക്യുമെൻ്ററി ഫിലിമൊക്കെ എടുക്കുന്ന ഒരു മലയാളി ജോഷി എന്ന ആൾ വഴിയാണ് ഈ നടിയെ കിട്ടുന്നത്. രഞ്ജിത്ത് പറയുന്നത് ശ്രീലേഖയെ സിനിമയിൽ എടുത്തിട്ടില്ലായിരുന്നു, വെറുതെ ഒരു ഓഡിഷന് വേണ്ടിയിട്ട് ക്ഷണിച്ചതാണെന്നും അങ്ങനെയാണ് അവർ കൊച്ചിയിൽ വരുന്നതും എന്നൊക്കെയാണ്. ബാക്കി നമുക്ക് കണ്ടിട്ട് വരാം. ശ്രീലേഖ മിത്ര, എന്താണ് അന്ന് ഹോട്ടലിൽ സംഭവിച്ച സംഭവം എന്ന് വിശദമായി പങ്കുവച്ചിട്ടുണ്ടാവും? വിശദമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഡിസ്കഷന് വേണ്ടി നിൽക്കുമ്പോൾ ഈ ബംഗാളി സ്ത്രീകൾ സിഗരറ്റ് വലിക്കുക എന്നത് അവർ എല്ലാവരും വലിക്കുന്നതല്ല, സിഗരറ്റ് വലിക്കുന്നതിൻ്റെ സിഗ്നലായി മലയാളി ഞാൻ അവൈലബിൾ ആണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുവോ എന്ന് എന്നോട് കൂടി തട്ടിക്കയറുകയാണ് ഉണ്ടായത്. കാരണം ഞാനാണ് അവരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശങ്കർ എന്ന് പറയുന്ന അസോസിയേറ്റ് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവരിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരെ ടച്ച് ചെയ്യുന്നതും ഇനപ്രോപ്രിയേറ്റായി, ഞാനതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ടച്ച് ചെയ്യുന്നതും അപ്പം തന്നെ അവർ ശങ്കറിനെ വിളിച്ച് പറയുന്നു ഞാൻ ഈ സിനിമയിൽ നിന്നും വാക്കൗട്ട് നടത്തുകയാണ്. അപ്പം അതാണ് ഉണ്ടായത്. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന രഞ്ജിത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പഴയ പാപം, കർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും വിലാസം തെറ്റായി തിരിച്ചു വരുന്ന. എന്തൊക്കെ തന്നെയായാലും ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരുന്ന വ്യക്തിയാണ് രഞ്ജിത്ത്. അപ്പോൾ ഈ വാർത്ത പുറത്ത് വന്നതോടെ ഈ വിഷയം വലിയ ഒരു കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രഞ്ജിത്തിനെതിരെ വലിയ പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വളരെയധികം വിമർശനങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധാരാളം ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് വഴി എന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമാ ഫീൽഡുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഒരാളും അങ്ങനെ സിനിമ കാണാത്തൊരു വ്യക്തിയും ആണെങ്കിലും ഈ ഫീൽഡിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ചും ഈ സ്ത്രീകൾക്കെതിരെയൊക്കെ ഇങ്ങനെ, കാരണം എല്ലാ ഫീൽഡിലും സ്ത്രീകളിപ്പോൾ ജോലി ചെയ്യാത്ത ഒരു മേഖല തന്നെ ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പം ഓരോ ഫീൽഡിൽ എങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയുവാനും മറ്റുള്ളവർക്ക് ഇതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒരു പ്രധാന തീമായിട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ വേറെയും വിഷയങ്ങൾ വരുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സ്, പ്രധാനമായിട്ടുള്ള ടോപ്പിക്സൊക്കെ ഇനിയും ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം.